അമേഠിയിലെയും റായ്ബറേലിയിലെയും സ്ഥാനാർത്ഥിത്വത്തിൽ കോൺഗ്രസിൽ അനിശ്ചിതത്വം തുടരുകയാണ്. മത്സരിക്കുന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഇരുവരുടെയും തീരുമാനം അറിഞ്ഞ ശേഷം 2 മണ്ഡലങ്ങളിലും മറ്റു പേരുകൾ പരിഗണിച്ചാൽ മതിയെന്നാണ് നേതൃത്വത്തിലുണ്ടായിരിക്കുന്ന ധാരണ. അമേഠിയും റായ്ബറേലിയും ഒഴിച്ചിട്ടാണ് കോൺഗ്രസ് 4ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. വയനാടിന് പുറമെ അമേഠിയിൽ കൂടി രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന് കോൺഗ്രസ് UP നേതൃത്വം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. രാഹുൽ എത്തിയാൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്നും നേതൃത്വം പറയുന്നു. റായ്ബറേലിയിൽ സോണിയാഗാന്ധിയുടെ പിൻഗാമിയായി പ്രിയങ്ക ഗാന്ധി എത്തണമെന്ന ആവശ്യവും UP നേതൃത്വം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ മത്സരിക്കുന്ന കാര്യത്തിൽ ഇരുവരും ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ 4ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ അമേഠിയും റായ്ബറേലിയും ഇടം പിടിക്കാതെ പോയത്. പ്രിയങ്കയും രാഹുലും മത്സരിച്ചില്ലെങ്കിൽ മാത്രം ഇരു മണ്ഡലങ്ങളിലും മറ്റ് പേരുകൾ പരിഗണിച്ചാൽ മതിയെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്. അമേഠിയിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഇതിനകം പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ റായ്ബറേലിയിൽ BJP ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. പല പേരുകൾ പരിഗണനയിലുണ്ടെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അറിഞ്ഞ ശേഷമാകും പ്രഖ്യാപനം. വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഉത്തർപ്രദേശ് സംസ്ഥാന അധ്യക്ഷൻ അജയ് റായിയെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നിതിൻ ഗഡ്കരിക്കെതിരെ വികാസ് താക്കറെ മത്സരിക്കും. BSP വിട്ട് കോൺഗ്രസിലെത്തിയ ഡാനിഷ് അലി അംറോഹയിൽ നിന്നാണ് ജനവിധി തേടുന്നത്. കോൺഗ്രസിന്റെ 4ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ട കാർത്തി ചിദംബരവും ദിഗ്വിജയ് സിംഗും മാണിക്കൻ ടാഗോറും ജ്യോതിമണിയും ഉൾപ്പെടെയുള്ള പ്രമുഖരും പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ.